ഒരു പിതാവ് ആ പത്രസമ്മേളനത്തിൽ പങ്കെടുത്ത മീഡിയക്കാരോട് കരഞ്ഞുകൊണ്ട് പറയുകയാണ്, എനിക്കിങ്ങനെ ഒരു കുഞ്ഞ് ജനിച്ചത് എൻ്റെ തെറ്റുകൊണ്ടാണ്. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഈ കുഞ്ഞിനെ കൊന്നുകളയണം. ഈ കുഞ്ഞുങ്ങളും ഈ മാതാപിതാക്കളും സമൂഹത്തിൽ ഏതൊരു പൗരനും ലഭിക്കേണ്ട അവകാശങ്ങളും ആനുകൂല്യങ്ങളും വേണ്ടവണ്ണം സ്വീകരിച്ച് അന്തസ്സോടുകൂടി ജീവിക്കാനുള്ള ഒരു സാഹചര്യം സംജാതമാകണം. ബുദ്ധിപരമായ പരിമിതിയുള്ള കുട്ടികൾക്ക് പഠനവും പരിശീലനവും പുനരധിവാസവും നൽകുന്നതിന് സ്പെഷ്യൽ സ്കൂളുകൾ കേരളത്തിൽ ആരംഭിച്ചിട്ട് 6 പതിറ്റാണ്ടായി. സന്നദ്ധ സംഘടനകളുടെ നേതൃത്വത്തിൽ 292 സ്പെഷ്യൽ സ്കൂളുകളാണ് കേരളത്തിൽ പ്രവർത്തിക്കുക. 44 ലക്ഷം കുട്ടികളാണ് സൗജന്യ വിദ്യാഭ്യാസം പൊതുവിദ്യാഭ്യാസ മേഖലയിൽ നേടുക. കാഴ്ച, കേൾവി, സംസാര പരിമിതിയുള്ള കുട്ടികൾക്ക് വേണ്ടി കേരളത്തിലെ സ്പെഷ്യൽ സ്കൂളുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഈ സ്പെഷ്യൽ സ്കൂളുകളൊക്കെയും സൗജന്യ വിദ്യാഭ്യാസം ലഭ്യമാണ്. എന്നാൽ മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികളുടെ ഈ സ്ഥാപനങ്ങൾ ഒന്നുപോലും സൗജന്യ വിദ്യാഭ്യാസം നൽകപ്പെടുന്ന സാഹചര്യത്തിലല്ല കഴിയുക. RT ആക്ട് പ്രകാരം സൗജന്യ വിദ്യാഭ്യാസവും നിർബന്ധിത വിദ്യാഭ്യാസവും ഏതൊരു കുട്ടിക്ക് ലഭിക്കുന്നതിന് നിയമം മൂലം അവകാശമുള്ള ഒരു രാജ്യത്താണ് ജീവിക്കുക. ഉമ്മൻചാണ്ടി സർക്കാർ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഏതാനും നാളുകൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹവുമായി സംസാരിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ കേരളത്തിലെ 100-ലധികം കുട്ടികളുള്ള 33 സ്പെഷ്യൽ സ്കൂളുകൾ 7 തീരുമാനമെടുത്തു. അതിൻ്റെ എല്ലാ പ്രോസസ്സുകളും മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കെ സർക്കാരിൻ്റെ കാലാവധി കഴിഞ്ഞു. തുടർന്ന് വന്ന LDF ഗവൺമെൻറ് ഞങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ പറയുക, എയ്ഡഡ് സ്റ്റാറ്റസ് നൽകുവാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല, എന്നാൽ ജീവനക്കാർക്ക് മാന്യമായ വേതനം നൽകുക സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്, അതുകൊണ്ട് ഞങ്ങൾ വേതനം നൽകുവാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്യും. അതിൻ്റെ ഭാഗമെന്ന നിലയിൽ ഒരു പാക്കേജ് സർക്കാർ കൊണ്ടുവന്നു. ഈ പാക്കേജിൻ്റെ നടത്തിപ്പിന് ഉള്ള പല അപാകതകളും പ്രകടമായി വന്നപ്പോൾ അത് പരിഹരിക്കണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ സർക്കാർ ഞങ്ങളുമായി കൂടി ആലോചിച്ച് ഒരു ഗൈഡ് ലൈൻ കൊണ്ടുവരുവാൻ ഇടവന്നു. അതിൻ്റെ ഫൈനൽ ഡിസ്കഷനിൽ ഞങ്ങളെ വിളിക്കാമെന്ന് പറഞ്ഞുവെങ്കിലും വിളിച്ചില്ല. GOI ഗൈഡ് ലൈൻ പുറത്തിറങ്ങി. എന്നാൽ അതിലും വലിയ പ്രകടമായ പ്രതികൂലമായ കാര്യങ്ങൾ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും സർക്കാരിനെ സമീപിച്ചു. ഇങ്ങനെ സർക്കാരിനെ സമീപിച്ചപ്പോൾ സർക്കാർ പറഞ്ഞു, ഞങ്ങൾ ഇത് പരിഹരിച്ച് വേണ്ട നടപടികൾ ചെയ്യാം. 23 പ്രകടമായ അപാകതകൾ ആ ഗൈഡ് ലൈനിൽ ഉണ്ടായിരുന്നു. ഈ അധ്യാപകർ എന്ന് പറയുന്നത് സർക്കാർ പറയുന്ന എല്ലാ ക്വാളിഫിക്കേഷനും ഉള്ളവരാണ്. ഇവർ D.Ed കഴിഞ്ഞവരുണ്ട്, B.Ed കഴിഞ്ഞവരുണ്ട്, M.Ed കഴിഞ്ഞവരുണ്ട്. മാത്രവുമല്ല, ഇവർക്ക് RCIയുടെ റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ പ്രത്യേകമായ രജിസ്ട്രേഷനും ആവശ്യകമാണ്. ഇവരെ പരിചരിക്കുക എന്നുള്ളത് മറ്റൊരു അധ്യാപിക ചെയ്യുന്നത് പോലെ എളുപ്പമായ ഒരു കാര്യമല്ല. ഈ ജീവനക്കാരും ഈ കുഞ്ഞുങ്ങളും ഈ മാതാപിതാക്കളും സമൂഹത്തിൽ ഏതൊരു പൗരനും ലഭിക്കേണ്ട അവകാശങ്ങളും ആനുകൂല്യങ്ങളും വേണ്ടവണ്ണം സ്വീകരിച്ച് അന്തസ്സോടുകൂടി ജീവിക്കാനുള്ള ഒരു സാഹചര്യം സംജാതമാകണം. അതിന് തടസ്സമാകുന്ന അനവധി പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ ഈ നാളുകളിൽ നടക്കുന്നുണ്ട്. നമുക്കറിയാം, 95-ലെ PWD ആക്ട്, പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ആക്ടിൽ 7 ഭിന്നശേഷികളാണ് പറഞ്ഞിരുന്നത്. തുടർന്ന് 2016 RPWD ആക്ട് വന്നു, റൈറ്റ് ഓഫ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ആക്ട് വന്നു. അവിടെ ഒരു ഭിന്നശേഷിയുള്ള ആളുടെ അവകാശത്തെക്കുറിച്ചാണ് പ്രധാനമായും പറയുക. PWD ആക്ടിൽ 7 ഭിന്നശേഷി ആയിരുന്നുവെങ്കിൽ RPWD ആക്ടിൽ 21 ഭിന്നശേഷിയെക്കുറിച്ചാണ് പറയുക. അപ്പോൾ ഈ RPWD ആക്ടിൽ പറയുന്ന അവകാശങ്ങളും തുല്യതയും നീതിയും ഒക്കെ ഈ വിഭാഗത്തിന് ലഭിക്കുന്നതിൽ വന്നിരിക്കുന്ന അപജയമോ വന്നിരിക്കുന്ന പ്രശ്നമോ പരിഹരിക്കുക എന്നുള്ളത് നമ്മുടെ ഏതൊരു ആളുടെയും കൂടി ഇടപെടലിൻ്റെ ഭാഗമായി നടക്കേണ്ട ഒരു ഉത്തരവാദിത്വമാണ്. ആ ഒരു ഉത്തരവാദിത്വ നിർവഹണത്തിൽ വലിയ കുറവുകൾ ഇന്ന് സംഭവിക്കുന്നുണ്ട്. അത് പരിഹരിക്കുക എന്നുള്ള ഒരു വലിയ ലക്ഷ്യത്തോടു കൂടിയാണ് ഞങ്ങൾ വിവിധ സംഘടനകൾ
ഇതിൻ്റെയോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുവാനായിട്ട് തീരുമാനം എടുത്ത് മുന്നോട്ട് പോകുക. ആ ഒരു തീരുമാനത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു സമര നടപടിയിലേക്ക് പോകുവാനായിട്ട് ഇടവന്നത്. ഈ സമര നടപടിയിലേക്ക് പോകുവാനുള്ള കാരണം എന്നുള്ളത് ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഈ ജീവനക്കാർക്കും ഈ മാതാപിതാക്കൾക്കും ഈ കുഞ്ഞുങ്ങൾക്കും മറ്റൊരു പൗരനെ പോലെ ജീവിക്കാൻ അവകാശമില്ലേ? അവരും ഈ ഭരണഘടന പറയുന്ന അവകാശങ്ങളിൽ വളരുവാനും നിലനിൽക്കുവാനും എന്താണ് ഒരു 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 ലിമിറ്റേഷനായിട്ട് പറയുന്നത്? അപ്പോൾ അത് പൊതുസമൂഹത്തിൻ്റെ ഒരു വലിയ ശ്രദ്ധയിലേക്ക് വരേണ്ട കാര്യമാണ്. ഒരു ക്ഷേമ രാജ്യത്ത് പൗരന് ആനുകൂല്യങ്ങളും അവകാശങ്ങളും വർദ്ധിപ്പിച്ച് പ്രത്യേകിച്ച് കൂടുതൽ ശ്രദ്ധയും പരിചരണം ആവശ്യങ്ങൾ വർദ്ധിപ്പിച്ച് നൽകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകേണ്ടത് എങ്കിൽ ഇവിടെ ഇപ്പോൾ സംഭവിക്കുന്നത് ഉള്ള ആനുകൂല്യങ്ങളും കൂടി നഷ്ടമാകുന്നതാണ്. പഠിക്കുന്ന കുട്ടികൾക്ക് ഒരു സ്കോളർഷിപ്പ് ഉണ്ട്, അതെല്ലാവർക്കും ലഭ്യമാകുന്നില്ല. ആശ്വാസകിരണം എന്ന പേരിൽ വീട്ടിൽ കിടപ്പായ ഭിന്നശേഷിയുള്ള കുഞ്ഞുങ്ങളെ നോക്കുന്ന മാതാപിതാക്കൾക്ക് വീട്ടുകാർക്ക് കൊടുക്കുന്ന ഒരു പദ്ധതിയുണ്ട്, അത് വേണ്ടവണ്ണം നടപ്പാകുന്നില്ല. നിരാമയ എന്ന് പറയുന്ന ഒരു ഇൻഷുറൻസ് ഉണ്ട്, അതിന് സ്റ്റേറ്റ് നൽകേണ്ട വിഹിതം പൂർണ്ണമായും നൽകണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. കുടുംബക്ഷേമ പെൻഷൻ ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്ന മക്കൾക്ക് നൽകുന്നതിന് നിലവിൽ ഒരു വരുമാന പരിധിയും പറഞ്ഞിരുന്നില്ല. അടുത്ത കാലത്ത് 5000 രൂപ മാസ പരിധി വരുമാന പരിധി വെച്ചുകൊണ്ട് അതിനും സീലിംഗ് ഏർപ്പെടുത്തി. അപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ നിലവിലുള്ള ആനുകൂല്യങ്ങൾ പലതും ഇവർക്ക് ലഭ്യമാകാത്ത ഒരു സാഹചര്യത്തിലേക്ക് വന്നു. ഇതൊക്കെയും സർക്കാരിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരിക എന്നുള്ള വലിയ ചില ലക്ഷ്യത്തോടു കൂടിയാണ് ഞങ്ങൾ കഴിഞ്ഞ അല്ലെങ്കിൽ ഈ 11-ാം തീയതി സെപ്റ്റംബർ 11-ാം തീയതി ഒരു സൂചന ഉപവാസ സമരം കേരളത്തിലെ മുഴുവൻ സ്കൂളുകളെയും കൂടി സംഘടിപ്പിച്ചുകൊണ്ട് മാതാപിതാക്കളും ജീവനക്കാരും അടങ്ങുന്ന വലിയ ഒരു സമൂഹം 3000-ഓളം പേര് അവിടെ പങ്കെടുത്ത് ഞങ്ങളുടെ ആവശ്യങ്ങളും അവകാശങ്ങളും പൊതുസമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിച്ചു. എന്നാൽ അതിന് വേണ്ട ഫലം കാണുന്നില്ല എന്ന് മനസ്സിലായപ്പോൾ തിരുവോണത്തിൻ്റെ അന്ന് ഞാൻ തന്നെ നേതൃത്വമെടുത്ത് ഒരു ഉപവാസ സമരം നടത്തുവാനായി തീരുമാനമെടുക്കുകയും അത് കൺസേൺഡ് ആയിട്ടുള്ള മന്ത്രിമാരെയും മറ്റ് എല്ലാവരെയും അറിയിക്കുകയും ചെയ്തു. അത് കേട്ട് മനസ്സിലായപ്പോൾ ബഹുമാന്യനായ ശിവൻകുട്ടി മിനിസ്റ്റർ വിദ്യാഭ്യാസ മന്ത്രി ഈ കാര്യത്തിൽ ഇടപെടാൻ തയ്യാറാവുകയും ഓണത്തിൻ്റെ തലേ ദിവസം 9 മണിക്ക് ഉന്നത ഉദ്യോഗസ്ഥരെയും കൂടി ചേർത്തുകൊണ്ട് ഞങ്ങളെ ചർച്ചയ്ക്ക് വിളിക്കുകയും ഈ സെപ്റ്റംബർ 25-ാം തീയതിക്ക് മുമ്പ് ഗൈഡ് ലൈൻ പുതുക്കിയുള്ള ഓർഡർ അത് ഞങ്ങളെ കൂടി കാണിച്ച് കറക്ഷൻസ് ഉണ്ടെങ്കിൽ കറക്ഷൻ വരുത്തി ഈ കാര്യങ്ങളൊക്കെയും എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാമെന്നുള്ള പൂർണ്ണമായി ഉറപ്പ് നൽകി. ഇവിടെ ഈ സമരവും അല്ലെങ്കിൽ ഈ പ്രതിഷേധവും വരാനുള്ള കാര്യമെന്ന് പറയുന്നത് ഏറെ ഖേദകരമാണ്. സമൂഹത്തിൽ ഏറ്റവും അധികം ശ്രദ്ധയും പരിചരണം ആവശ്യമുള്ള ഇവരെ സംരക്ഷിക്കുവാനുള്ള കടമ ആത്യന്തികമായ സർക്കാരിനാണ്. തുടർന്ന് ഏതൊരു വ്യക്തിക്കും, ഒരു സമുദായത്തിനാകട്ടെ, ഒരു സഭയ്ക്കാകട്ടെ, ഒരു പൊതുസമൂഹത്തിൽപ്പെട്ട ഏതൊരു വ്യക്തിക്കും ഇവരെ സഹായിക്കാൻ ഉത്തരവാദിത്വമുണ്ട്. അത് ഞാൻ പറയാനുള്ള കാരണം, ഇങ്ങനെ ഒരു കുഞ്ഞ് ജനിച്ചു എന്നതുകൊണ്ട് ഈ മാതാവിൻ്റെ പിതാവിൻ്റെ മാത്രം ഒരു ബാധ്യതയും ഉത്തരവാദിത്വവും അല്ല ഇത്. നമുക്ക് ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളെ ദൈവം തന്നു എന്നതുകൊണ്ട് അവർക്ക് അങ്ങനെ ഒരു കുഞ്ഞ് ജനിച്ചിരിക്കുന്ന അവരുടെ ഉത്തരവാദിത്വ ബാധ്യതയാണ് എന്ന് നമ്മൾ പരിഗണിക്കുന്നത് ഒട്ടും ദൈവികമല്ല, ഒട്ടും മാനുഷികമല്ല. അതുകൊണ്ട് തന്നെ ഈ മാതാപിതാക്കൾ അനുഭവിക്കുന്ന വ്യതയും വേദനയും ദുഃഖവും ഒറ്റപ്പെടലും എത്ര വലുതെന്ന് തിരിച്ചറിഞ്ഞാൽ ഈ പൊതുസമൂഹത്തിൽ ഒരു വ്യക്തിയും ഇവരിൽ നിന്ന് അകന്നു നിൽക്കുകയില്ല, ഒരു സർക്കാരും ഇവരോട് കണ്ണടയ്ക്കുകയില്ല. കഴിഞ്ഞ ദിവസം ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് പല ജില്ലകളിലെയും പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു. ഒരു ജില്ലയിൽ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുമ്പോൾ ഒരു പിതാവ് ആ പത്രസമ്മേളനത്തിൽ പങ്കെടുത്ത മീഡിയക്കാരോട് കരഞ്ഞുകൊണ്ട് പറയുകയാണ്, എനിക്കിങ്ങനെ ഒരു കുഞ്ഞ് ജനിച്ചത് എൻ്റെ തെറ്റുകൊണ്ടാണ്, ഞാൻ എന്താണ് ചെയ്യേണ്ടത്, ഈ കുഞ്ഞിനെ കൊന്നുകളയണമോ? പ്രിയപ്പെട്ടവരെ, ഈ ചോദ്യം നമ്മുടെ ഉള്ളിൽ പ്രകമ്പനം കൊണ്ട് നിൽക്കേണ്ട ഒന്നാണ്. ഇവർ 4 വിഭാഗം കുഞ്ഞുങ്ങളാണുള്ളത്: മൈൽഡ്, മോഡറേറ്റ്, സിവിയർ, പ്രൊഫൗണ്ട്. മൈൽഡായിട്ടുള്ള കുട്ടികളെ കുറേയൊക്കെ പരിശീലിപ്പിച്ച് മുഖ്യധാരയിലേക്ക് നമുക്ക് എത്തിക്കാമായിരിക്കാം. എന്നാൽ മോഡറേറ്റ് മുതലുള്ള കുഞ്ഞുങ്ങൾക്ക് വലിയ പിന്താങ്ങ് കൊടുത്തുകൊണ്ട് മാത്രമേ അവരെ പരിശീലിപ്പിച്ച് മുഖ്യധാരയിലേക്ക് എത്തിക്കാൻ സാധിക്കുകയുള്ളൂ. അത് ഞാൻ ഏഞ്ചൽസ് വില്ലേജ് എന്നുള്ള
പൊൻകുന്നമെടുത്ത ചെങ്കലിലുള്ള സേവന പ്രവർത്തനത്തിലൂടെ അതാണ് ചെയ്യുക. നമ്മൾ ഇവർക്ക് വേണ്ടി ഒരു ഗ്രാമം തന്നെ ക്രമീകരിച്ചു. 11 വിവിധ സ്ഥാപനങ്ങളാണ്. വൂം ടു ടൂം എന്നാണ് അതേക്കുറിച്ചുള്ള എൻ്റെ ഒരു ആശയം. അമ്മയുടെ ഉദരത്തിൽ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ മുതൽ മരണം വരെ അവരെ ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു താങ്ങ്, അത് പൊതുസമൂഹം. ഇതൊരു വേ ഓഫ് ലൈഫായിട്ടാണ്, ഞാൻ ഒരു സ്ഥാപനമായിട്ടല്ല ഇതിനെ കാണുക. ഇറ്റ്സ് എ വേ ഓഫ് ലൈഫ്. ഇവരോട് ഓരം ചേർന്ന് നിൽക്കുന്ന ഒരു വേ ഓഫ് ലൈഫ് ആയിട്ട്, ഒരു ജീവിതശൈലി ആയിട്ടാണ് ഏഞ്ചൽസ് വില്ലേജിനെ കാണുക. എൻ്റെ മനസ്സിലുള്ള ആഗ്രഹം പൊതുസമൂഹം മുഴുവൻ ഇവരെ ചേർത്ത് നിർത്തുവാനായിട്ട് ഇടവരണം. പ്രിയപ്പെട്ടവരെ, എനിക്ക് മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത്, നമുക്കറിയാം ഈ ഓണ സീസൺ വന്നപ്പോൾ എല്ലാവർക്കും ഉത്സവബത്ത് നൽകി. എന്നാൽ ഈ മേഖലയിലുള്ളവർക്ക് മാത്രം ഉത്സവബത്ത് എന്ന് പറയുന്നതിൽ ഒരു തുക പോലും കൊടുത്തില്ല. മറ്റു കാര്യങ്ങൾ നമുക്കറിയാം, അത് ജീവനക്കാർക്കാകാം, ഏത് തുറയിലുള്ളവർക്കാകാം, വളരെയധികം ആനുകൂല്യങ്ങൾ വാരിക്കോരി നൽകുന്നു എന്നുള്ളത് നമ്മൾ വിസ്മരിക്കാനായിട്ട് പാടില്ല. പെൻഷൻ്റെ കാര്യത്തിലാകാം, അല്ലെങ്കിൽ സാലറിയുടെ കാര്യത്തിലാകാം. എന്നാൽ ഇവിടെയുള്ളവർക്ക് കൊടുക്കേണ്ടത് കൊടുക്കുന്നില്ല എന്ന് മാത്രമല്ല, കൊടുക്കേണ്ടിയിരിക്കുന്ന തുക വീണ്ടും വീണ്ടും ഓരോ വർഷം കുറച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതൊരു വലിയ വിരോധാഭാസമാണ്. അപ്പോൾ ഇത് പരിഹരിക്കുക എന്നുള്ളത് വലിയൊരു ഉത്തരവാദിത്വമാണ് സർക്കാരിൻ്റേത്. അപ്പോൾ ഈ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒളിച്ചോടുവാനോ അതിനെ താഴ്ത്തി വയ്ക്കുവാനോ അധികം നാൾ സാധിക്കുകയില്ല. ഇത് പൊതുസമൂഹം തിരിച്ചറിയണം, സർക്കാർ തിരിച്ചറിയണം, കൺസേൺഡ് ആയ ഉദ്യോഗസ്ഥർ തിരിച്ചറിയണം. 18 വയസ്സ് വരെയാണ് സ്കൂൾ ഏജ് എങ്കിൽ 18 വയസ്സ് കഴിഞ്ഞവർക്ക് തൊഴിൽ പരിശീലനമാണ് ഈ സ്പെഷ്യൽ സ്കൂളുകളോട് ചേർന്നുള്ള തൊഴിൽ പരിശീലന കേന്ദ്രങ്ങൾ നൽകുക. അവർക്ക് ഗുണകരമായ എന്താണ് തൊഴിൽ എന്ന് കണ്ടെത്തിയിട്ട് അവരെ പരിശീലിപ്പിച്ച് അവരെ ഒരു ജോലിയിലേക്കാക്കി അതിൽ നിന്ന് കിട്ടുന്ന വേതനം കൊണ്ട് അവരും അവരുടെ കുടുംബവും കഴിയുവാൻ തക്കവണ്ണം അവനെ പ്രാപ്തമാക്കുക. അതുകൊണ്ടാണ് ഏഞ്ചൽസ് വില്ലേജിനോട് ചേർന്ന് നമ്മൾ ഏഞ്ചൽ ഷോപ്പ് എന്ന് പറഞ്ഞ 2 കടകൾ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. 73 വിവിധങ്ങളായ ട്രേഡുകൾ ഇവർക്ക് പരിശീലനം നൽകുന്നുണ്ട്. ചക്കയുടെ ഒരു പ്രോസസ്സിംഗ് യൂണിറ്റ് ഉണ്ട്. സൂപ്പർ മാർക്കറ്റോട് ചേർന്ന് പേരൻസിനും കൂടി ജോലി ചെയ്യാൻ പറ്റുന്ന സാഹചര്യങ്ങൾ നമ്മൾ ക്രമീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവർക്ക് സ്വന്തം കാലിൽ നിന്ന് ജീവിക്കാൻ തക്കവണ്ണമുള്ള പരിശീലനങ്ങൾ നൽകിയ അനവധി കുഞ്ഞുങ്ങൾക്ക്, നമ്മുടെ ഏഞ്ചൽ ഷോപ്പിൽ കുട്ടികളാണ് കടയിൽ നിൽക്കുന്നത്, അപ്പോൾ അവരെ തൊഴിൽ പരിശീലിപ്പിച്ച് തൊഴിൽ ചെയ്ത് അതിൻ്റെ വേതനം കൊണ്ട് മറ്റേതൊരു വ്യക്തിയെയും പോലെ അന്തസ്സോടും അഭിമാനത്തോടും കൂടി സമൂഹത്തിൽ ജീവിക്കാൻ പ്രാപ്തമാക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതിനുവേണ്ടിയാണ് ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അതിനുവേണ്ടിയാണ് സർക്കാരിൻ്റെ മുമ്പിൽ ഞങ്ങൾ യാചിക്കുകയും സമരം ചെയ്യുകയും ചെയ്യുക. ഇത് നമ്മുടെ ആരുടെയും ഔദാര്യമല്ല, അവരുടെ അവകാശമാണ്, നമ്മുടെ ഒരു ഉത്തരവാദിത്വമാണ്. ഈ ഉത്തരവാദിത്വ നിർവഹണത്തിന് പൊതുസമൂഹത്തിൽപ്പെട്ട പ്രിയപ്പെട്ട നിങ്ങളെല്ലാവരെയും സ്നേഹത്തോടെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.